ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ഹോളാണ്. നമുക്ക് കണ്ടാലോ? കമോ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ തരതരമായിട്ടുള്ള താരമായിട്ടുള്ള നമ്മുടെ പൗച്ച്. ഈ സ്റ്റേഷനറീസൊക്കെ എത്ര കൂട്ടി വാങ്ങിച്ചാലും ഇവിടാണെങ്കിൽ ഒരു പൗച്ച് എന്തെങ്കിലും വേണ്ടേ? അപ്പം നിങ്ങൾക്കറിയാലോ, ഞാനൊരു ബ്ലൂ ഭ്രാന്തത്തെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എല്ലാം വെച്ച് ഞാൻ ബ്ലൂ ആണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ പൗച്ച് ബ്ലൂ ആണ്. കുറച്ച് സംഭവങ്ങളൊക്കെ ലാവൻഡറും ഉണ്ട്. അപ്പം അതും കൂടി കൂട്ടിയിട്ട് ഞാനൊരു ബ്ലൂ ആൻഡ് ലാവൻഡർ കളറായിട്ടുള്ളൊരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. 2 കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. സോ എനിക്ക് ക്യൂട്ട് ഐറ്റംസ് ആണ് ഇതിലുള്ളത്. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്ന സ്കൂൾ പാക്കിംഗ് ഒക്കെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോകാം. ഇതിലുള്ള പകുതി സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി കുറേ കാണിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ അടുത്തത് നമുക്കിതൊരു ക്യൂട്ട് ബ്ലൂ ഷാർപ്നറുണ്ട്. ഇനി അങ്ങോട്ട് ഒരു ബ്ലൂ മഴ തന്നെയാണ് ഗൈസ്. ഇപ്പം തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൂ മഴ ഇവിടേക്ക് പെയ്യാൻ പോലെ ഗൈസ്. ഒരു ബ്ലൂ ക്യൂട്ട് ഒരു ഷാർപ്നർ, നോർമൽ ഷാർപ്നർ തന്നെയാണ്. ഓക്കെ, ഇനി അതുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് കുറച്ച് ലാവൻഡർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരു ലാവൻഡർ ഇറേസർ ഉണ്ട്. ഇങ്ങനെ ബെൽറ്റ് മോനാക്കിയിട്ട് നല്ല ക്യൂട്ടാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റിലാണ്. കൂടെ ഒരു ബ്ലൂ ഇറേസറും കൂടി ഉണ്ട് കേട്ടോ, വേറെ കാര്യം. പിന്നെ ഒരു ബ്ലൂവും പിങ്കും ആയിട്ടുള്ളൊരു ഇതാണ് എന്ത് പെൻസിൽ. ഇത് ഇങ്ങനെ ഈ ബാക്ക് സംഭവം ഇങ്ങനെ പ്രസ് ചെയ്താലേ ഇതിൻ്റെ നിപ്പ് പുറത്തോട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൗച്ചിലൊക്കെ പെൻസിലൊക്കെ ഇടുമ്പോൾ കേടാവുന്നത് അത് കേടാവേണ്ടതിനെ ഹെൽപ്പ് ചെയ്തോളും. അതിൻ്റെതായിട്ട് തന്നെയുള്ളൊരു ബ്ലൂവും കൂടി ഉണ്ട്. ബ്ലൂ ഇട്ടിട്ട് ഒരു കളിയില്ലല്ലോ എനിക്ക്, അതുകൊണ്ട്. പിന്നെ ഞാനൊരു നോർമൽ പെൻസിൽ ഞാൻ കുറേ ഇത് വാങ്ങിച്ചന്നോട്ട് എനിക്ക് സങ്കടം ഗൈസ്. ഈ നോർമൽ പെൻസിൽ ഇതിൽ വെച്ച് അത് കേടാവില്ലേ. അങ്ങനെ ഇന്നലെ എന്തോ എൻ്റെ ചെറിയ ബുദ്ധിയിൽ വലിയത് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു പെൻ ടോപ്പ് ഉണ്ടാക്കിയതാണ്, അത് ബ്ലൂ ആക്കിയതാണ്. എന്നിട്ട് ഞാൻ ചെയ്ത എത്ര കടഞ്ഞാലും നമുക്ക് ഈ ഒരു ഇതിൽ ആക്കാൻ കഴിയില്ല, കേടാക്കാൻ കഴിയില്ല. ഇതൊക്കെ തെറ്റിപ്പോയി ഗൈസ്. പിന്നെ ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഗൈസ് ഇതിപ്പോൾ പല സ്ഥലത്ത് കാണാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു അടിപൊളി തന്നെയാണ് കണ്ട സ്കെയിലാണ്. ഒരു പേർപ്പിളും ബ്ലൂവും, ഇതവിടെയും ബ്ലൂ ഉണ്ട്, ഇവിടെ പേർപ്പിൾ. അതിന് മാച്ചായിട്ടുള്ളതാണ് ഇതൊക്കെ. ഇതൊരു ട്രയാങ്കിൾ സ്കെയിലാണ്. 15 സെൻറ്റിമീറ്ററും തന്നെയാണ്. ക്യൂട്ടാണ് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. അടുത്ത തന്നെ കാണിച്ചത് അടുത്തൊരു നോർമൽ ബ്ലൂ പെന്നാണ്, ജെല്ലാതെ. പിന്നെ നമുക്ക് ഡാഷില്ല. പിന്നെ ഒരു ബ്ലാക്ക് ഇതാണെന്ത് ഈ പ്രാവശ്യം മാത്രം ബ്ലാക്ക് ആയിപ്പോയി. നാളേക്ക് അത് ഭയങ്കര സങ്കടമായിപ്പോയി ഗൈസ് ബ്ലാക്ക് ആയിട്ട്. എന്നാലും അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്ലൂ ആക്കാം. ഒരു ബ്ലാക്ക് ഇതാണ്. ബട്ട് ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇങ്ക് ബ്ലൂ ആയി കിട്ടിയല്ലോ, അതാണ് വലിയ കാര്യം. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വരുന്നതൊരു ലാവൻഡർ ഹൈലൈറ്ററാണ്. ഒരു ക്യാപ്സ്യൂളിൻ്റെ ഇതിൽ വരുന്നത് നല്ലൊരു ലാവൻഡർ ഹൈലൈറ്ററാണ്. പിന്നെ വരുന്നതൊരു ഒരു ലിക്വിഡ് ഇങ്കായിട്ടുള്ളൊരു പെന്നാണ്. പേർപ്പിൾ കളറാണ്. അതിൻ്റേതായിട്ടുള്ള സെയിം പിങ്ക് കളറും ഉണ്ട് കേട്ടോ. പിന്നെ ഇതും എൻ്റെ ഫേവറേറ്റാണ് ഗൈസ്. ഒരു ഗ്ലൂ സ്റ്റിക്ക് കണ്ട ഒരു ബ്ലൂ ഗ്ലിറ്ററായിട്ട് വരുന്നത് കേട്ടോ. എങ്ങനെ കാണും എന്നറിയില്ല, കണ്ടോ? ഗ്ലിറ്ററായിട്ടുള്ളൊരു ഇതാണ്. ഇറ്റ്സ് വെരി പ്രഷ്യസ് ഗൈസ്. ഇറ്റ്സ് വെരി 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 പ്രഷ്യസ്. അപ്പം അതും കൂടി ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ നെറ്റി വെക്കുകയാണ് ഗൈസ്. പിന്നെ ടേപ്പ്, പിന്നെ ഇൻവിസിബിൾ ആയതുകൊണ്ട് നോക്കാം. പിന്നെ ക്യൂട്ട് മിനി സ്റ്റാപ്ലറാണ്. ഇതാണ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഖുറോമിൻ്റെ ഒരു മിനി നോട്ട്പാഡാണ്. ഇതിൻ്റെ സിനിമ റോളിൻ്റെ ഉണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് പേർപ്പിളാക്കിയ സിനിമ റോൾ ഞാൻ യൂസ് ചെയ്യും. ഇത് വർക്ക്സൊക്കെ എഴുതി വെക്കാൻ പറ്റിയൊരു കുഞ്ഞു നോട്ട്പാഡാണ്. ഇത് എല്ലാവർക്കും മാക്സിമം മസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് മൈ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ്. ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ഫസ്റ്റ് ഡേ കൊണ്ടുപോകാൻ പോകുന്ന ഐറ്റംസ്. ഇതൊക്കെ ഫസ്റ്റ് ഡേ കൊണ്ടുവന്നാൽ മാത്രം, ഇനിയല്ലേ വരാൻ പോകുന്നത്. ബാക്കി ഇതൊക്കെ എക്സ്ട്രാ സാധനം, എക്സ്ട്രാ ഒരു ഷാർപ്നർ, എക്സ്ട്രാ ഇറേസർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ ഗൈസ്, ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഹൈലൈറ്റർ ബ്ലൂ അല്ല, പിന്നെ ഇറേസർ ബ്ലൂ അല്ല, അതൊക്കെ ബ്ലൂ അല്ല വിചാരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ബ്ലൂവും വേറുണ്ട്. ഫുൾ ബ്ലൂ ആയ രസം ഉണ്ടാവും. ഇത്തിരി വേറെ കളറും കൂടി ചേർക്കേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അതിനായിട്ടൊരു വേറെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബ്ലൂ ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു ഇൻവിസിബിൾ സ്കെയിൽ. ഇത് പിന്നെ എല്ലാവരുടെ അടുത്തുള്ള ഡോംസിൻ്റെ ഒരു സ്കെയിൽ, നോർമൽ സ്കെയിലാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ആ ഒരു നമ്മൾ ലാൻഡർ ഇറേസർ, ലാൻഡർ ഇല്ല, അപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ ബ്ലൂ ആണ്. അപ്പോൾ ഇതാ ബ്ലൂ ആണ് ഗൈസ്. ആൻവിൻ്റെ ഒരു ബ്ലൂ ഇറേസർ. സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കാണ്. അപ്പം അവിടേക്ക് ഞാൻ അന്ന് വെച്ചിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡാർക്കാവും. സോ ജസ്റ്റ് ഒന്ന് ഇതാക്കാം. എൻ്റെ കുറച്ച് അധികം ഇറേസർ വരുമെന്ന് ഡൗട്ടുണ്ട്. വേറൊരു ബ്ലൂ ഇറേസർ ഗൈസ്. പിന്നെ നമ്മൾ ഈ ഒരു ഇറേസറിൻ്റെ കുറച്ച് റീഫില്ലർ ഇറേസറുണ്ട്. പിന്നെ ഒരു പേർപ്പിൾ ഗ്രേപ്പിൻ്റെ കഴിഞ്ഞ കൊല്ലം ഞാൻ വാങ്ങിച്ചായിരുന്നു സ്കൂളിൽ നിന്ന് തന്നെ. പിന്നെ ഇതും ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചത് മിനി ഒരു ആവഞ്ചേഴ്സിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഒരു നോർമൽ ഇറേസർ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ഇത്ര ഇറേസർ, കൊല്ലത്തേക്കുള്ള ഇറേസർ. പിന്നെ ഒരു ഇതുണ്ട്, ഷാർപ്നർ ഉണ്ട്, ഇതും ബ്ലൂ ആണ് ഗൈസ്. പിന്നെ ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗൈസ് ഇതാണ് ഗൈസ്, നമ്മൾ അപ്സറിൻ്റെ ഡിസ്നീൻ്റെ ഫ്രോസൺ ഇറേസർ. നമുക്കറിയാം എനിക്ക് ഫ്രോസൺ ഇഷ്ടമാണ്, കൂടുതൽ ബ്ലൂ ആണ്. അപ്പോൾ ഞാൻ ഇത് എടുത്തത് അടിപൊളിയാണ് ഗൈസ്, അത്രയും റേറ്റും കുറവാണ്. പിന്നെ ഗൈസ് വരുന്നത് അടുത്തൊരു ബ്ലൂ ഷാർപ്നറാണ് കണ്ടത്. ഇത് ഞങ്ങൾ ഷാർപ്നറാണ്. പിന്നെ ഒരു ഓറഞ്ച് ഷാർപ്നറും പിന്നെ 2 ബ്ലൂ ഷാർപ്നേഴ്സും ആണ്. ഫുൾ ബ്ലൂ ഷാർപ്നേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.